ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഫോർത്ത് ചാപ്റ്റർ മാക്രോ എക്കണോമിക്സ് ഫോർത്ത് ചാപ്റ്ററിൽ ഒരു ഡയഗ്രത്തിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ ഡയഗ്രത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡയഗ്രത്തിൽ ഇക്വേഷനിൽ മാറ്റം വരുന്ന സമയത്ത് ഡയഗ്രത്തിൽ എന്ത് മാറ്റം വരും എന്ന് പഠിക്കാൻ പോവുകയാണ്. അതിലൊന്ന് നമ്മൾ പാരാമെട്രിക് ഷിഫ്റ്റ് ഓഫ് എ ലൈൻ. പാരാമെട്രിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡയഗ്രത്തിൽ പാരാമെട്രിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഷിഫ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാരാമെട്രിക് ഷിഫ്റ്റ് ഓഫ് എ ലൈൻ. മാത്തമെറ്റിക്സിൽ നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ഓരോ ഡയഗ്രത്തിനും ഓരോ ഗ്രാഫിനും ഒരു സമവാക്യമുണ്ട്. ഓരോ സമവാക്യത്തിൽ നിന്നാണ് ഓരോ ഡയഗ്രാം അല്ലെങ്കിൽ ഒരു ഗ്രാഫ് ഉണ്ടാകുന്നത്. ഒരു ഉദാഹരണത്തിന് പറയാം, y is equal to a plus bx. y is equal to a plus bx. ഇതൊരു ലീനിയർ ഇക്വേഷനാണ്, ഒരു സമവാക്യമാണ്. y is equal to a plus bx. ഇതിൽ വൈയും എക്സും വൈയും വേരിയബിൾസ് ആണ്. എക്സും വൈയും വേരിയബിൾസ് ആണ്. എയും ബിയും പാരാമീറ്റേഴ്സ് എന്നാണ്, കോൺസ്റ്റൻസ് പാരാമീറ്റേഴ്സ്. അപ്പോൾ എയിലും ബിയിലും മാറ്റം വരുന്ന സമയത്ത് കർവിൽ എന്ത് മാറ്റം വരുന്നു എന്ന് പറയുന്നതാണ് പാരാമെട്രിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. പാരാമെട്രിക് ഷിഫ്റ്റ് ഈ ഒരു സമവാക്യത്തിലെ പാരാമീറ്റേഴ്സിൽ മാറ്റം വരുന്ന സമയത്ത് ഡയഗ്രത്തിൽ എന്ത് മാറ്റം വരും എന്ന് കാണിക്കുന്നതാണ് പാരാമെട്രിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എയും ബിയും പാരാമീറ്റേഴ്സാണ്. എ ബി അതിൻ്റെ വാല്യൂസ് മാറുന്നതിനനുസരിച്ച് ഡയഗ്രത്തിൽ കർവിൽ വ്യത്യാസം വരും. അങ്ങനെ വ്യത്യാസം വരുന്നതിനാണ് പാരാമെട്രിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഷിഫ്റ്റ് ഒന്ന് നോക്കാം. നമുക്കിവിടെ ഫസ്റ്റ് കർവ് നമുക്കറിയാം, y is equal to a plus bx എന്നുള്ളതാണ് സമവാക്യം. ഇതിൽ നമ്മൾ എക്സിന് വില കൊടുക്കുകയാണെങ്കിൽ നമുക്ക് y കിട്ടും. എക്സിന് നമ്മൾ ഓരോ വില ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എക്സ് 1 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് y എത്ര കിട്ടും, അങ്ങനെ കിട്ടും. ഇനി ഇതിന് വില കൊടുക്കാം, നമുക്ക് എ ബി നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ 1, 2 എന്നൊക്കെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് y എത്ര കിട്ടും. അപ്പോൾ ഈ സമവാക്യം ഉപയോഗിച്ച് നമുക്കൊരു ടേബിൾ ഉണ്ടാക്കാം. ആ ടേബിൾ ഉപയോഗിച്ച് നമുക്ക് ഡയഗ്രം ഉണ്ടാക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ മാക്രോ എക്കണോമിക്സിൽ ഇത് ഉപയോഗിക്കുന്നത് ഇൻകം ഡിറ്റർമിനേഷൻ എന്നുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അഗ്രി ഡിമാൻഡും അഗ്രി സപ്ലൈയും തുല്യമാകുന്ന ആ പോയിന്റും ആ കർവുകളൊക്കെ നമുക്ക് ഈ ഒരു സമവാക്യം അതിൻ്റെ ഒരു ഒറിജിൻ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫസ്റ്റിൽ വെൻ സ്ലോപ്പ് ഡിക്രീസസ് ഓർ വെൻ ഇൻ്റർസെപ്റ്റ് ഇൻക്രീസസ്. ഈ ഡയഗ്രത്തിൽ എന്ത് മാറ്റം വരുന്നു? ഇൻ്റർസെപ്റ്റ് മാറുന്ന സമയത്ത് ഇവിടെ y ഇൻ്റർസെപ്റ്റ് എ ബാർ എന്നുള്ളത് y ഇൻ്റർസെപ്റ്റ് ആണ്. എ ബാർ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ എ ബാർ y ഇൻ്റർസെപ്റ്റ് ആണ്. സി ആണ് സ്ലോപ്പ്. എ ബാർ എന്നുള്ളത് y ഇൻ്റർസെപ്റ്റ് ആണ്. വൈയിൽ മുട്ടുന്ന ആ പോയിന്റ് എ ബാർ ആയിരിക്കും. y കട്ട് ചെയ്യുന്ന y മുട്ടുന്ന ആ പോയിന്റ് അതാണ് y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. എക്സ് ഇൻ്റർസെപ്റ്റ് ആണ്, എക്സിൽ മുട്ടുന്നതായിരിക്കും. എക്സിൽ മുട്ടുന്നത് y ഇൻ്റർസെപ്റ്റ്. അപ്പം എ ബാർ എന്നുള്ളത് y ഇൻ്റർസെപ്റ്റ് ആണ്. എ ബാർ എന്ന് എത്രയാണോ അളവ്, അത് 50 ആണെങ്കിൽ 50, ആ 50ലാണ് ഈ കർവ് ഇവിടെ മുട്ടുക. അപ്പോൾ എ ഡി കർവിൻ്റെ ഇതിന് സമാനമായിട്ട് y is equal to a plus bx എന്ന് ഉള്ള സമവാക്യത്തിന് സമാനമായിട്ട് നമുക്ക് എ ഡി കർവിൻ്റെ എ ഡിയുടെ സമവാക്യം നമുക്ക് ഇതിന് സമാനമായിട്ട് പറയാം. എ ഡി is equal to a bar plus c into y. ഇതിൽ എ ഡിക്ക് പകരം വൈക്ക് പകരം എ ഡി ആണ്, എക്സിന് പകരം ഇൻകം. എക്സ് ഇൻകം രണ്ട് വേരിയബിളാണ്. എക്സ് ഇൻകം, ഇവിടെ എ ഡി. ഇൻകോ എ ഡിയും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ അഗ്രി സപ്ലൈയും എ ഡിയും തമ്മിലുള്ള ബന്ധം. അപ്പം അഗ്രി സപ്ലൈ എത്രയാണെങ്കിൽ എ ഡി ഇത്രയായിരിക്കും. അങ്ങനെ ആ രൂപത്തിലാണ് ഇത് നമ്മൾ. അപ്പോൾ ഇതിന് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ, ഇൻകത്തിന് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എ ഡി എത്രയാണെന്ന് കിട്ടും. ഓരോ ഇൻകം ലെവലിൽ എ ഡി എത്രയാണെന്ന് കിട്ടും. ഇത് നമുക്ക് ഫസ്റ്റിൽ ഇവിടെ പറയുന്നത് ഇൻ്റർസെപ്റ്റിൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഇൻ്റർസെപ്റ്റ് കൂടുകയാണെങ്കിൽ, എ ബാർ കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഇവിടെ നോക്കാം നമുക്ക്. എ ബാർ ഫസ്റ്റിലെ എ ബാർ ഇതാണ് ഫസ്റ്റിലുള്ള എ ബാർ. ഇനി നമ്മൾ എ ബാർ കൂടുന്നു അല്ലെങ്കിൽ y ഇൻ്റർസെപ്റ്റ് കൂടുന്നു. വാട്ട് ഹാപ്പൻസ് വെൻ ഇൻ്റർസെപ്റ്റ് ഇൻക്രീസസ്? ഇൻ്റർസെപ്റ്റ് കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? എ ബാർ എന്നുള്ളത് മുകളിലേക്ക് കൂടുന്നു എന്ന് സങ്കല്പിക്കാം. എ ബാർ 1 എന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ കർവ് അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ എ ബാർ y ഇൻ്റർസെപ്റ്റ് വർദ്ധിക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് വെൻ ഇൻ്റർസെപ്റ്റ് ഇൻക്രീസസ്? ഇൻ്റർസെപ്റ്റ് കൂടുന്ന സമയത്ത്, എ ബാർ കൂടുന്ന സമയത്ത് എന്താണ്? ഈ എ ഡി കർവ് അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പം ഈ കർവ് എ ഡി 1 കർവ്
വൺ, എ ഡി വൺ എന്നുള്ളത് ഈ വൈ ഇൻ്റർസെപ്റ്റ് കൂടുന്ന സമയത്ത് എ ബാർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താണ് എ ഡി വൺ എന്നുള്ളത് എ ഡി ടു ആയിട്ട് വർദ്ധിക്കുന്നു. ഇതാണ് വാട്ട് ഹാപ്പൻസ് വെൻ ഇൻ്റർസെപ്റ്റ് ഇൻക്രീസസ്. ഇൻ്റർസെപ്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കർവ് അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഇനി വാട്ട് ഹാപ്പൻസ് വെൻ സ്ലോപ്പ് ഡിക്രീസസ്. ഇതിൻ്റെ സ്ലോപ്പാണ് സി എന്ന് പറയുന്നത്, ബി ആണ് സ്ലോപ്പ്. എ വൈ ഇൻ്റർസെപ്റ്റും ബി സ്ലോപ്പാണ്, രണ്ട് പാരാമീറ്റേഴ്സാണ്. ആ പാരാമീറ്റേഴ്സിൽ മാറ്റം വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ സി സ്ലോപ്പാണ്. ഈ ഡയഗ്രത്തിൻ്റെ കർവിൻ്റെ സ്ലോപ്പ് ഇങ്ങനെ കൂടുന്നു കുറയുന്നു, സ്ലോപ്പ് കൂടുന്നു കുറയുന്നു. അപ്പോൾ ഇങ്ങനെ ഇവിടെ സ്ലോപ്പിൽ വ്യത്യാസം വരികയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നതാണ്. ഈ സി കൂടുകയാണെങ്കിൽ സ്ലോപ്പ് കൂടും, സി കുറയുകയാണെങ്കിൽ സ്ലോപ്പ് കുറയും. നമുക്ക് ആ സ്ലോപ്പിലെ വ്യത്യാസം എന്ത് സംഭവിക്കുന്നു നോക്കാം. ഉദാഹരണത്തിന് ഈ കർവിൽ സ്ലോപ്പ് കൂടുകയാണ്. ഇതാണ് വൈ ഇൻ്റർസെപ്റ്റിൽ മാറ്റം സങ്കല്പിക്കുക. ഇത് എ ഡി വൺ. ഓക്കെ, ഈ സ്ലോപ്പ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ്. എ ഡി കർവ് ഇതാണ്, എ ഡി കർവ്, ഒറിജിനൽ എ ഡി കർവ് ഇതാണ്. ഇനി ഈ സ്ലോപ്പ് ഇത് ഡിക്രീസ് ചെയ്യാം, നിങ്ങൾ താഴോട്ട് ഡിക്രീസ് ചെയ്തു, ചരിഞ്ഞ് ഇങ്ങോട്ട് ചരിവ് കൂടിയും ചെയ്യില്ല. അപ്പോൾ ഇത് എ ഡി ടു. അപ്പോൾ ഇവിടെ സ്ലോപ്പ് കുറയുന്ന സമയത്ത്, എ ഡി കർവിൻ്റെ സ്ലോപ്പ് കുറയുന്ന സമയത്ത് സ്ലോപ്പ് ഇങ്ങോട്ട് കുറയുന്നു, സ്ലോപ്പ് കുറയുക. ഇനി ചരിവാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇങ്ങോട്ട് സ്ലോപ്പ് കൂടും, ഇങ്ങോട്ട് വരുന്നതിന് സ്ലോപ്പ് കുറയും. അപ്പോൾ ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ എന്താണ്, സ്ലോപ്പ് കുറയാണ്. സ്ലോപ്പ് കുറയുന്ന സമയത്ത് എന്താണ്, ഇവിടെ ഈ വാല്യൂ എ ഡിൻ്റെ വാല്യൂ വളരെ കുറയുന്നുണ്ടാവും. അപ്പം ഇക്വിലിബ്രിയം വാല്യൂ ഇവിടെ കുറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇക്വിലിബ്രിയം ആണ്, പിന്നീട് സ്ലോപ്പ് കുറഞ്ഞ സമയത്ത് ഇക്വിലിബ്രിയം എത്രയോ കുറഞ്ഞു. അപ്പം ഈ സ്ലോപ്പ് ഡിക്ലൈൻ ചെയ്യുന്ന സമയത്ത് എന്താണ്, എ ഡി കർവ് താഴോട്ട് സ്വിങ് ചെയ്യുന്നതാണ്. വാട്ട് ഹാപ്പൻസ് വെൻ ഇൻ്റർസെപ്റ്റ് സ്ലോപ്പ് ഡിക്രീസസ്. സ്ലോപ്പ് കുറയുന്ന സമയത്ത് കർവ് ഡൗൺവേർഡ് സ്വിങ് ചെയ്യും. താഴോട്ട് വരുന്ന സ്വിങ് എന്ന് പറയാം, താഴോട്ട് സ്വിങ് ചെയ്യുന്നു. ഇനി ഇൻ്റർസെപ്റ്റ് ഇൻക്രീസ് ചെയ്യണം, അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുക, കർവ് അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതാണ് ഇങ്ങനെ ഈ സമവാക്യത്തിൽ ഇൻ്റർസെപ്റ്റിൽ പാരാമീറ്റേഴ്സിൽ മാറ്റം വരുന്ന സമയത്ത്, ഒരു സമവാക്യത്തിലെ പാരാമീറ്റേഴ്സിൽ മാറ്റം വരുന്ന സമയത്ത് കർവിലുണ്ടാകുന്ന മാറ്റത്തെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ എന്താ പറയുന്നത്, പാരാമെട്രിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. പാരാമെട്രിക് ഷിഫ്റ്റ് ഓഫ് എ കർവ്, ഓഫ് എ ഡയഗ്രാം. ഒരു സമവാക്യത്തിലെ പാരാമീറ്റേഴ്സിൽ മാറ്റം വരുന്ന സമയത്ത് ഡയഗ്രത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ പാരാമെട്രിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒന്ന് സ്ലോപ്പ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡൗൺവേർഡ് സ്വിങ് ചെയ്യും. ഇനി സ്ലോപ്പ് കൂടുകയാണെങ്കിൽ അപ്വേർഡ് സ്വിങ് ചെയ്യും. ഇനി ഇൻ്റർസെപ്റ്റ് കൂടുകയാണെങ്കിൽ അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഇനി ഇൻ്റർസെപ്റ്റ് കുറയുകയാണെങ്കിൽ ഡൗൺവേർഡ് ഷിഫ്റ്റ് ചെയ്യും, താഴോട്ട് കുറയും. ഇതാണ് ഈ സമവാക്യത്തിലെ എ ബി എന്നുള്ള പാരാമീറ്റേഴ്സിൽ മാറ്റം വരുന്ന സമയത്തുണ്ടാകുന്ന കർവിലുണ്ടാകുന്ന ചേഞ്ച്. ഇത്രയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. താങ്ക് യു.